ഹായ് നമസ്കാരം. നുറുങ്ങ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാളയാണ് എടുത്തേക്കണത്. നമുക്ക് കുടപ്പുളിയിട്ട് വറ്റിച്ചെടുക്കാം. ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്ന് ചാള കുടപ്പുളിയിട്ട് വറ്റിച്ചെടുക്കാം. ആദ്യം നമുക്ക് ചാള വെട്ടിക്കഴുകി വൃത്തിയായിട്ട് എടുക്കാം. അപ്പം നമ്മൾ ചാള വെട്ടിക്കഴുകി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അപ്പം നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ചെറിയ ഉള്ളി അപ്പോൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഫിഷ് മസാല, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ മുട്ട അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ചാറൊക്കെ ഒന്ന് വറ്റിയൊന്നൊന്ന് നോക്കാം. ചാറൊക്കെ വറ്റി വന്നുണ്ട്. ഒരു 15 മിനിറ്റും കൂടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം.
ചാറൊന്ന് നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് ഇറക്കാം. കറിയുടെ ചാറൊക്കെ വറ്റിയെന്നൊന്ന് നോക്കാം. അപ്പൊ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വാങ്ങാം. നന്നായിട്ട് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.